പറയണ്ട എന്ന് കരുതിയതാണ്. ചില കാര്യങ്ങളൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസങ്ങൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കാറില്ല. നമുക്ക് വേണ്ടാത്തത് നമ്മൾ എടുക്കാറില്ല. അത് അവർ ആരാണോ വിളിക്കുന്നത് അവർക്ക് തിരിച്ചു കൊടുക്കും. അവരെടുത്തില്ലെങ്കിൽ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്കും. അതാണ് നമ്മുടെ ശീലം. അല്ലാതെ നമ്മളതും കൊണ്ട് ഏറ്റുവെച്ചുകൊണ്ട് പോകാറില്ല എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചിലർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുരു അങ്ങോട്ട് പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്റെ ഒരു ആത്മരോഷം ഇറക്കി വെക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കഴമ്പുള്ള വീഡിയോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് കഴമ്പുള്ള വിഷയങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ഈ വീഡിയോ കാണണ്ട. ഇവിടെ വെച്ചാൽ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാം. ഇത് സൈബർ കമ്മികളായിട്ടുള്ള കുറച്ചെണ്ണുണ്ട്. സൈബർ സഖാക്കൾ അവരെ ഒന്ന് ഒതുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ സൈബർ കമ്മികളെ ഞാൻ കാണുന്നത് ഈ അങ്ങാടിയിൽ ഓടി നടക്കുന്ന തെരുവ് നായ്ക്കളുണ്ടല്ലോ, അതുപോലെയാണ്. അവർ അനാവശ്യമായി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ഈ കാറുകള് ബൈക്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നാലെ അങ്ങോട്ട് കുറച്ചുകൊണ്ട് ഓടും, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കുറച്ചുകൊണ്ട് ഓടും. ഇതുപോലെയാണ് നമ്മളൊക്കെ വീഡിയോകളിൽ നിന്ന് വിമർശിക്കുന്നത്. ഓരോന്നിനും ഓരോ കഴമ്പനുസരിച്ചിട്ടാണ്. ചില സമയങ്ങളിൽ CPM-ഉം അതുപോലെ സർക്കാരും ഒക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ റേഷൻ ഓണത്തിന് വന്നിട്ടുള്ള ഒരു കിറ്റ്, റേഷൻ കടയിൽ കൂടെ കിട്ടിയ ഒരു കിറ്റ് അല്ല അടിപൊളി ഒന്നാന്തര കിറ്റാണെന്ന് അതിന്റെ വീഡിയോ, അതിന്റെ വെളിച്ചെണ്ണ ടെസ്റ്റ് അടക്കം നടത്തി ഞാൻ വീഡിയോ ചെയ്തതാണ്. കാര്യം പിണറായി സർക്കാർ കൊടുത്തിട്ടുള്ള ഓണക്കിറ്റ് ഞങ്ങളുടെ നാട്ടിൽ കൊടുത്താണ് കേട്ടോ, ബാക്കിയുള്ളിടത്ത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കൊടുത്തിട്ടുള്ള കിറ്റ് അടക്കം നല്ല വൃത്തിയും ഭംഗിയും ഉണ്ട്, അതിനുള്ളിലുള്ള സാധനങ്ങൾ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസുകളാണ് എന്നെ തെറി വിളിച്ചത്. തെറിവിളി എങ്ങനെയായാലും ഉണ്ടാവും. അന്ന് ഈ പറയുന്ന കമ്മികളെ കണ്ടില്ല. എന്റെ വീഡിയോ കാണാനോ അതിന് താഴെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി എന്ന് പറയാണ്ട് ഒരു ഈ പറഞ്ഞ പോലെ തെരുവ് പട്ടിയെ അന്ന് കണ്ടില്ല. ചെയ്തത് നല്ലതാണെന്നുണ്ടെങ്കിൽ നന്ദി പറയാൻ അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയാൻ വരുന്നവരായിരിക്കണമല്ലോ ഇപ്പുറത്തൊന്ന് വിമർശിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരുവ് പട്ടികളാണെന്ന്. അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ സംഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മളെ തിരുവനന്തപുരത്ത് നഗരസഭയിലെ നമ്മളെ പ്രശാന്ത് MLA അവിടുന്ന് ഓഫീസ് മാറിപ്പോണമെന്ന് ശ്രീരേഖ പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, ഒരു വിവാദം. ആ വിവാദത്തിൽ ഞാൻ കൂടും കൊടുക്കാൻ വാരിക്കട്ടെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ചില സൈബർ കമ്മികൾക്ക് സാധിച്ചില്ല. അവരെന്റെ എനിക്ക് കോൾ ചെയ്യാണ്, നിരന്തരം കോൾ ചെയ്യാൻ. ഞാനാണെങ്കിൽ ഈ കോള് ഒഴിവാക്കാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് പലരും വിളിക്കും, എന്റെ പ്രേക്ഷകർ തന്നെ വിളിക്കും. കാരണം അവരുടെ ചില കേസുകളൊക്കെ ഞാൻ ഇടപെടാറുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, പിന്നെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പോക്സോ കേസിൽ പെടുന്നവരും അതുപോലെ വ്യാജ പീഡന കേസിൽ പെടുന്നവരും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. മറ്റു കേസുകളൊക്കെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. വ്യാജ പോക്സോയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കും. ഞാനിത് ഇവിടെ റിവീൽ ചെയ്യാത്തതാണ്, എന്റെ ചാനലിലൂടെ ഞാനിത് പറയാത്തതാണ്, അവരുടെ പേര് പറയാത്തതാണ്. പലരുടെ കേസുകളിലും ഞാൻ ഇടപെടാറുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. സത്യസന്ധമായി കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാർ അവരെ ബന്ധപ്പെടുത്തി കൊടുക്കാറുണ്ട്. അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോണം. അതായത് അവർ കേസിൽ നിന്ന് അവരെ നിരപരാധിത്വം തെളിയിച്ച് പോരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അതിൽ കലിപ്പ് കയറിയിട്ട് എനിക്കെതിരെ കേസുകളും വരാറുണ്ട്. ഈ കള്ളക്കേസ് കൊടുത്തവർ നമുക്കെതിരെ വീണ്ടും കള്ളക്കേസ് വരാറുണ്ട്. അത്തരം കേസുകൾ, ധാരാളം കേസുകൾ എനിക്കുണ്ട്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പരക്കം പാഞ്ഞുകൊണ്ട് നടക്കണം. അതിനുള്ള കാശുമില്ല, കേസ് പറയാനും കാശില്ല. അതിനൊക്കെ ആരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ എന്റെ കൈനീട്ടി ചോദിച്ചിട്ട് അതുപോലും ആരും തന്നിട്ടില്ല. 2-3 പേര് മാത്രം ഒരു 500-1000 വെച്ച് തന്നിട്ടുണ്ട്. ഒരു 4000-4500 കിട്ടി. എനിക്ക് അന്ന് പോരാ, 2-3 ലക്ഷം രൂപ ഇനിയും വേണം. ഇനിയിപ്പോ നാളെ ഉണ്ട് കേസ്. നാളെ 29 30-ആം തീയതി നാളെ ഉണ്ട് കേസ്. നാളെയും പോണം. അത് കഴിഞ്ഞ് 15-ആം തീയതി കേസുണ്ട്. അതിനു മുമ്പ് വേറെ കേസുകളുണ്ട്. ഇങ്ങനെ കേസുകൾ നല്ലോണം ഉണ്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ കേസൊന്നുമല്ല. എന്റെ പ്രേക്ഷകരായ നിങ്ങളിൽ പലർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ താഴെ എഴുതി വെച്ചേക്കുന്നില്ല എന്റെ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ച് എന്താ കുഞ്ഞൊന്ന് നോക്കും. പിന്നെ എന്റേതായ ലെവലിൽ ആ നാട്ടിൽ നിങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ എനിക്കുണ്ടാവും. എന്റെ ലെവലിൽ ഞാൻ അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ജെനുവനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും. അതെന്റെ ശീലാണ്. ആരെങ്കിലും ഒരാൾ ഇറങ്ങണ്ടേ? അങ്ങനെ ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞൊരു കോൾ വരലാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ ഓഫാക്കി വെക്കാറില്ല. കോടതിയിൽ പോകുമ്പോൾ പോലും ഞാൻ സൈലന്റ് ആക്കിയിട്ട് ഞാൻ ബാഗിലിട്ട് പൂട്ടുകയാണ് ചെയ്യാറ്. ഓഫാക്കി വെക്കാറില്ല. കാരണം മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ മറുഭാഗത്തുള്ളത് സഖാക്കളാണോ സംഘികളാണോ ഇപ്പുറത്തുള്ള വേറെ ആരെങ്കിലും ആണോ എന്ന് ഞാൻ നോക്കാറുമില്ല. ഇപ്പൊ എന്നെ നഖസികാന്തം വിമർശിച്ചുകൊണ്ടിരുന്ന, എന്റെ കമന്റ് ബോക്സിൽ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഒരു സഖാവുണ്ട്, സൈബർ കമ്മി. അയാൾക്ക് ഒരു പോക്സോ കേസ് വന്നു. ഞാൻ പറയുന്നില്ല എവിടെയാണെന്നുള്ളത്. ഞാനത് ഇറങ്ങി. മൂപ്പരിപ്പോ ജാമ്യത്തില്ല. 90 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടില്ല എന്നാ പറഞ്ഞു. പക്ഷെ ജാമ്യം എടുത്തു കൊടുത്തു. അത് കള്ളക്കേസാണ്. അവിടെ പൊളിറ്റിക്കലി അയാളെ ഒതുക്കാൻ വേണ്ടി ഒരു കൂട്ട് ചെയ്ത. അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഇത്തരം കാര്യങ്ങളുടെ ഉണ്ട്. യൂട്യൂബിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ഇരുന്ന് പറയുകയാണെന്നുള്ളത്.
അയാൾക്കൊരു അനുഭവം വന്നപ്പോഴാണ് അത് അയാൾക്ക് മനസ്സിലായത്. അയാൾ കരുതിയത് അയാൾ എന്നെ ഇങ്ങനെ തെറി വിളിക്കുന്നത് കൊണ്ടും തിരിച്ചറിഞ്ഞത് കൊണ്ടും ഒരു പക്ഷെ ഞാൻ ഇറങ്ങില്ല എന്നാണ്. എന്നെ കോൾ ചെയ്തപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നിങ്ങളെ വിമർശിക്കുന്ന ആളാണ്, ഇന്ന ആളാണ്, ഞാൻ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട്, മറ്റു പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോ നിവർത്തിയില്ല, ഞാനൊരു കുടുക്കിലാണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു. അഭിപ്രായം എന്ന് പറയുന്നത് എന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നെ വിളിക്കുമ്പോൾ സഭ്യമായി സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാറുണ്ട്. പിന്നെ വിളിക്കുമ്പോൾ തുടക്കത്തിലെ തന്നെ കത്തി കയറിയിട്ട് വാടാ പോടാ മൈപ്പൂവൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ സംസാരിച്ച് കേൾക്കാറില്ല. അടുത്ത കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യല, പിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കലാണ്. അതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, തെരുവ് പട്ടികളെ ഒരു ശീലമാണ്. ഈ തെരുവ് പട്ടികളെ പേടിച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കാൻ പറ്റില്ലല്ലോ. നല്ല മനുഷ്യന്മാരുണ്ട് അതിലേ. അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കണ്ടേ? അതാണല്ലോ മനുഷ്യത്വം എന്ന് പറയുന്നത്. എത്ര നല്ല സഖാക്കളുണ്ടെന്നറിയാം. അവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്കുണ്ടൊരു സഖാവ് UK നായനാർ, എനിക്ക് അവാർഡ് തന്ന ഒരു മനുഷ്യൻ. 1992 ബെസ്റ്റ് ഇൻസ്ട്രക്ടറുള്ള അവാർഡ് ഞാൻ വാങ്ങുമ്പോൾ അത് സഖാവ് UK നായനാർ എനിക്ക് തരുമ്പോ ശരി ആ പോടാ എന്നോട് പറഞ്ഞിട്ടുള്ള നന്നായി വരുവടാന്ന് പറഞ്ഞ സഖാവിനെ എനിക്കറിയാം. ഒരു കെൽട്രോണിന്റെ ഒരു TV, അന്ന് കളർ TV, ഭയങ്കര വിലയാന്ന്. 92 TV എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആ കിടിക്കിടി എന്ന് പറഞ്ഞ് അടിച്ച് നോബ് തുറക്കുന്ന റിമോട്ടൊന്നും ഇല്ലാത്ത TV, ഒരു കെൽട്രോണിന്റെ ഒരു 20 ഇഞ്ചിന്റെ ഒരു TVയും കൂടെ എനിക്കൊന്ന് കിട്ടി. 20 എനിക്ക് തോന്നുന്നു, 20-14 ഏതായാലും ഒരു TV കൂടെ കിട്ടി. അത് ഇന്ന് വർക്ക് ചെയ്യുന്ന ഒരു TV-യാണ്, പിക്ചർ ട്യൂബൽ TV. ആ സഖാവാണ് എന്റെ സഖാവിന്റെ മനസ്സിലുള്ള സഖാവ് എന്ന് പറയുന്നത്. നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന സഖാവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മനോരമ പേപ്പറിൽ അദ്ദേഹത്തേക്ക് എതിരെ വന്നിട്ടുള്ള വാർത്തകൾ എടുത്ത് കാണിച്ചിട്ട്, നോക്കടാ നിന്റെ പേപ്പറിൽ ഇങ്ങനെ വരുമോ, നീ എഴുതൂലല്ല, നീ പോടാ, നീ പോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പേപ്പർ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് പിണക്കമൊന്നുമില്ല. എടാ പോടാ വാടാ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സങ്കടവും അവിടെ വന്ന് ആർക്കും ഇല്ലായിരുന്നു. അത്തരത്തിലുള്ള സഖാക്കൾ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ആധുനിക കാലത്തെ സഖാക്കൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അങ്ങനെ ആകാത്തത് കൊണ്ട് നമ്മൾ അവരെ വിമർശിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനർത്ഥം അന്ധമായ പാർട്ടി വിമർശിക്കുന്നു എന്നല്ല. അതുപോലും തിരിച്ചറിയാതെ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിമർശനത്തിന്റെ പുറത്ത് നമ്മൾ തന്തയ്ക്ക് വിളിക്കാനും തെറി വിളിക്കാനും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പട്ടിയുടെ വില പോലും ഞാൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ എടുക്കില്ല എന്ന് മാത്രമല്ല, അത് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അത് അവരേറ്റില്ലെങ്കിൽ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്കും. ഇതാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതുവരെ എടുക്കും, നമുക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ തുറന്നു വെച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു ഫാമിലി കൗൺസിലറാണ്, ഒരു അത്രയും കൗൺസിലിംഗ് കോഴ്സുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പേഴ്സണലായി എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പൂട്ടി വെക്കാൻ പറ്റൂല. അതിൽ സഭ്യമായി വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തെറി വിളിക്കാൻ പറ്റൂലല്ലോ. ഞാനിപ്പോ അതിനകത്ത് തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇതേ സാബു കുട്ടോട്ടി തെറി വിളിച്ചു എന്ന് പറഞ്ഞ് അടുത്തതായിരിക്കും വൈറലാക്കാൻ പോണത്. അതുകൊണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അതെന്നിൽ നിന്ന് കിട്ടൂല. പകരം ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്റെ ബ്ലോക്ക് ലിസ്റ്റിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കില്ല. അങ്ങനെ സംഭവിച്ചു. ഈ അടുത്ത സമയത്ത് ഒരു വ്യാജ കേസ് വന്നു. ആ വ്യാജ കേസിൽ ഞാൻ നോക്കുമ്പോൾ അയാൾ മറ്റൊരു നമ്പർ എനിക്ക് തന്നു. ഞാൻ ഡയൽ ചെയ്ത് നോക്കുമ്പോൾ, രണ്ടാമത് തന്ന നമ്പർ ഡയൽ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ബ്ലോക്കാണ്, എന്റെ ഫോണിൽ ബ്ലോക്കാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ ഭൂലോക ചെറ്റതരികടയാണ്, വിളിച്ചുകൊണ്ട് പിറ്റാക്കുന്ന ആളാണ്. എനിക്ക് സൗകര്യമില്ല, ഇയാൾ കണ്ടണക്ക് കൂട്ടിക്കാന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. എന്തിനാ എന്റെ ആവശ്യം? കാരണം എന്നെ അത്ര അധികം ആക്ഷേപിച്ച് വളരെ മോശമായി സംസാരിച്ചാൽ മാത്രമേ ഞാൻ ബ്ലോക്ക് ചെയ്യാറുള്ളൂ. കാര്യം പറയുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനോട്ട് സംസാരിച്ചുകൂടെ? എനിക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിച്ചുകൂടെ? എന്താ കുഴപ്പം? ആശയപരമായി നമ്മൾ രണ്ട് കുമ്പത്ത് നിൽക്കുന്നവരാ. ഇപ്പോ ഒരു തന്തയുടെയും തള്ളയുടെയും മക്കൾ തന്നെ പല സ്വഭാവമാണ് കാണിക്കുന്നത്. രണ്ട് പാർട്ടിക്കാർ, ചിലപ്പോൾ 2 മതങ്ങൾ പോലും ആയി പോകുന്നുണ്ട്. ആ കാലത്ത് എന്തിനാ നമ്മൾ പരസ്പരം അടിക്കേണ്ട ആവശ്യം? ആശയപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആശയം കൊണ്ട് നേരിടുക. നിങ്ങൾക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്ത്. ഇനി അതല്ല സത്യം എന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് സാബു അതല്ല സത്യം, ഇതാണ് സത്യം എന്ന് എന്നോട് പറ. എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അത് തന്നെ വീഡിയോ ചെയ്യും. എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. എനിക്കെന്താ പ്രയാസം? ഒരു പ്രയാസമല്ല. പക്ഷെ എന്നെ വിളിച്ച് അനാവശ്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല. അത് എന്നെ വിളിക്കുന്നവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും കൊടുത്തിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ കാര്യം ഞാൻ പറഞ്ഞിട്ട് അതിന്റെ 2 കൊല്ലത്തിന് മുമ്പാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടില്ല. അന്നായിരുന്നു തെരുവിളി കൂടുതൽ. ഇത് വിഷയമൊന്നുമല്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്റെ കാര്യം ഞാൻ തന്നെ പറയണമല്ലോ. Different angles. Don't forget to subscribe and support this channel.